ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി. സാമ്പത്തിക പ്രതിസന്ധി ചർച്ച അല്പസമയത്തിനകം. വിഷയം ഉന്നയിച്ച പ്രതിപക്ഷത്തിന് നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി. പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തോട് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുക. കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. കേന്ദ്രം ഏകപക്ഷീയമായി നികുതി വിഹിതം വെട്ടിക്കുറച്ചെന്ന ധനമന്ത്രി KN ബാലഗോപാൽ. എല്ലാ സംസ്ഥാനങ്ങളെയും അത് ബാധിച്ചെന്നും ധനമന്ത്രി. സംസ്ഥാനം 2 വർഷം കൊണ്ട് 4000 കോടിയോളം നികുതി ശേഖരിച്ചെന്നും മന്ത്രി നിയമസഭയിൽ. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത് അനാവശ്യ ധൂർത്തെന്ന ചെന്നിത്തല. BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ച് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ലെന്ന കോടതി. ഇത്രയധികം പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് കേരള ചരിത്രത്തിൽ ആദ്യം. ഇടുക്കി പൂപ്പാറയിൽ 14കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ആജീവനാന്ത ജീവപര്യന്തം. 3 പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. 6 പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ. ഒരാളെ വെറുതെ വിട്ടു. PC ജോർജ് BJPയിലേക്ക്. ജനപക്ഷം സർക്കുലർ പാർട്ടി BJPയിൽ ലയിക്കാൻ നീക്കം. അന്തിമ ചർച്ചകൾക്കായി PC ജോർജ് ഡൽഹിയിലേക്ക്. ഇടുക്കി ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി CPIM. നടപടി പുറമ്പോക്ക് കയ്യേറി മതിൽ കെട്ടിയെന്ന റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്ന് പൊളിച്ചുമാറ്റിയത് 10 മീറ്ററോളം ഭാഗത്തെ ഭിത്തി.